തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലേക്കാണ് നമ്മൾ പോകുന്നത്. അഷിൻ ഡിയാഗോ ഉണ്ട് അവിടെ. അഷിൻ, അവിടെ ആഘോഷം തുടങ്ങിയോ? വിനിത, ഇവിടെ കുട്ടികളുടെ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ മുതൽ തന്നെ കുട്ടികൾ റിസൾട്ട് അറിയുന്ന സമയം മുതൽ തന്നെ ഈ കോട്ടൺ ഹിൽ സ്കൂളിലേക്ക് എത്തിയിരുന്നു. ഇവിടെ 560 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഈ 560 പെൺകുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ വിജയം ഇവർ നേടിയിട്ടുണ്ട്. മികച്ച വിജയമാണ് ഈ സ്കൂൾ കൈവരിച്ചിട്ടുള്ളത്. നിരവധി കുട്ടികൾക്ക് ഇവിടെ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. കുട്ടികളെല്ലാം അതിൻ്റെ തിമിർപ്പിലാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും കുട്ടികൾക്ക് എന്തുമാത്രം സന്തോഷത്തിലാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇവരുടെയൊക്കെ മുഖത്ത് ഒരു വലിയ SSLC എന്ന ഭാരം ഇറക്കി വെച്ചതിൻ്റെ ഒപ്പം മികച്ച വിജയം നേടാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് ഈ കുട്ടികളുടെ മുഖത്തുള്ളത്. ഇപ്പോൾ അവർ ഒരു ആഘോഷമാക്കുകയാണ്. സാധാരണ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും റിസൾട്ട് അറിയാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നുമില്ല. അവർ തയ്യാറെടുത്ത് മികച്ച രീതിയിൽ പരീക്ഷയ്ക്ക് വേണ്ടി ചാർട്ട് ഉണ്ടാക്കുന്നു, അതനുസരിച്ച് പഠിക്കുന്നു. മാസങ്ങൾക്ക് മുന്നേ തന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു, അതനുസരിച്ച് ക്രമീകരണങ്ങൾ ഒരുക്കുന്നു. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രൂപത്തിലേക്കാണ് ഇപ്പോൾ കുട്ടികളൊക്കെ പഠിക്കുന്നത്. മാത്രമല്ല മികച്ച ട്യൂഷൻ ലഭിക്കുന്നുണ്ട്. അവർക്ക് പഠിപ്പിക്കാനായി നല്ല പുതിയ ആധുനിക സംവിധാനങ്ങളൊക്കെയുണ്ട്. അതിനൊത്ത് സർക്കാർ സ്കൂളുകൾ മാറുന്നു. അങ്ങനെ കൃത്യമായി തന്നെ കുട്ടികൾ പഠിച്ച് പരീക്ഷ എഴുതുന്ന സാഹചര്യം. ആരുടെയും മുഖത്ത് ടെൻഷനില്ല, എല്ലാവരുടെയും മുഖത്ത് ചിലരൊക്കെ കരയുന്നുണ്ട്. പക്ഷേ അത് സന്തോഷത്തിന്റെ കണ്ണീരാണ്. അവർ ഫുൾ A+ കിട്ടിയതിന്റെ സന്തോഷത്തിൽ കരയുന്ന ആളുകളുണ്ട്, ജയിച്ചതിന്റെ സന്തോഷത്തിൽ. ഇപ്പോൾ ഈ കുട്ടികൾ ഒന്നിച്ച് നിൽക്കുകയാണ്. അവർ ഈ നാളത്തെ പത്രത്തിലേക്ക് വരുന്നതിന് വേണ്ടി ഫോട്ടോയ്ക്ക് വേണ്ടി പോസ്റ്റ് ചെയ്ത ഒരു തിരക്കിലാണ് കുട്ടികൾ. ഇതിൻ്റെ ഇടയിലേക്ക് ഇടിച്ചു കയറുക. പരീക്ഷ എഴുതിയതാണ്. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയൊക്കെ? ഇപ്പോൾ പാസ്സായി, എന്താണ് സന്തോഷമാണ്? സന്തോഷമാണ്. നിങ്ങളെ പേരെന്താണ്? ഗൗരി. ഇവിടെ അടുത്ത് തന്നെയാണ് താമസം. ഈ പരീക്ഷ എളുപ്പമായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷ എഴുതുമ്പോൾ? ടെൻഷൻ ഉണ്ടായിരുന്നു? ഇപ്പോൾ പരീക്ഷ പാസ്സായിരിക്കുന്നു, SSLC ഇറക്കി വെച്ചിരിക്കുന്നു, അടുത്തതിനി വീണ്ടും പഠിക്കാൻ പോകണം, ടെൻഷനുണ്ട്? ചെറുതായിട്ട് ടെൻഷനുണ്ട്. സന്തോഷം തോന്നുന്നു. എല്ലാവരും വിളിച്ചറിയിച്ചോ ചേച്ചി? അറിയിച്ചു. എല്ലാവരും ഹാപ്പിയാണ്? എല്ലാവരും ഹാപ്പിയാണ്. ടീച്ചേഴ്സിനൊക്കെ കണ്ടിരുന്നു? ടീച്ചേഴ്സ് എന്താ പറഞ്ഞത്? ഭയങ്കര സന്തോഷം, നന്നായിട്ട് പഠിക്കണമെന്നും പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ വേറൊരു സ്കൂളിലായിരിക്കാം. ഒരു പക്ഷേ ചിലപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. പുതിയ ഫ്രണ്ട്സ്, പുതിയ സ്ഥലം, പുതിയ ടീച്ചേഴ്സ്, പഴയ ആളുകളൊക്കെ വിട്ടുപോകേണ്ടി വരും. സങ്കടം? ഫ്രണ്ട്സിനെ വിട്ടുമ്പോൾ സങ്കടമുണ്ട്. അപ്പോൾ വീണ്ടും എന്തായാലും നിങ്ങൾക്ക് വീണ്ടും +1 +2ലേക്ക് പോകണം. ഇനിയും കടമ്പകൾ ഏറെയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഈ SSLC. എന്ത് തോന്നുന്നു ഈ ഒരു വലിയ കടമ്പ കഴിയുമ്പോൾ? സന്തോഷം തോന്നുന്നു. ഒരു വലിയ കടമ്പ കഴിഞ്ഞപ്പോൾ നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൽ എത്ര പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്? ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ഫുൾ A+ ആണല്ലേ? ഫുൾ A+ കിട്ടിയപ്പോൾ എന്തോ ഫുൾ A+ കിട്ടും ഈ കഠിനാധ്വാനം ചെയ്തു. ടീച്ചേഴ്സിൻ്റെ ഒരു ഹെൽപ്പ് എങ്ങനെയായിരുന്നു? നിങ്ങൾക്കൊക്കെ ഫുൾ A+ അല്ലേ? ടീച്ചേഴ്സിന്റെ ഹെൽപ്പ് എങ്ങനെയാണ്? ശരി അശ്വിൻ, ഏതായാലും അവർ സന്തോഷത്തിലാണ്. അവർ സന്തോഷ നിമിഷങ്ങൾ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും അവർ അടിച്ചു പൊളിക്കട്ടെ. ഈ ടെൻഷനൊക്കെ മാറി, ഫലം വന്നു. ഏതാണ്ട് അവിടെയുള്ള മുഴുവൻ പേർക്കും A+ കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കോട്ടൺ ഹിൽ സ്കൂളിൽ നിന്നും അശ്വിൻ ഡിയാഗോയാണ് ആ സന്തോഷ നിമിഷങ്ങൾ പങ്കുവെച്ചത്.